പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്രൂത്ത് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ആൻഡ് എക്സൈറ്റേഷൻ ടേബിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റിനകത്ത് ഡേറ്റയെ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ടുകളാണ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് JK എന്ന് പറയുന്ന ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണ് എങ്കിൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തുള്ള 111, അതായത് ക്ലോക്ക് സിഗ്നൽ 1, എസിൻ്റെ വാല്യൂ 1, ആറിൻ്റെ വാല്യൂ 1 എന്ന് പറയുന്ന ഇൻവാലിഡ് കണ്ടീഷനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത സർക്യൂട്ടാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട്. സോ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 111 എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും പ്രീവിയസ് ഔട്ട്പുട്ടിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ആൻഡ് എക്സൈറ്റേഷൻ ടേബിളാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുക. സോ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെ പ്ലോട്ട് ചെയ്യുകയാണ്. ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിനെ സൂചിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടുകളെയും ഔട്ട്പുട്ടുകളെയും മാർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടേബിളാണ്. സീക്വൻഷ്യൽ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, കറണ്ട് ആയിട്ടുള്ള ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്. സോ പ്രീവിയസ് ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കാൻ QNഉം പ്രസൻറ്റ് ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കാൻ QN+1നെയുമാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇൻപുട്ടുകൾ 3 ഉള്ളതുകൊണ്ട് തന്നെ പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 2�3, 8 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് ഇവിടെ നമുക്ക് കാണുക. സോ നമ്മുടെ ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജെയുടെ വാല്യൂ 0, കെയുടെ വാല്യൂ 0 ആണ് എങ്കിൽ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ജെ വാല്യൂ 0, കെ വാല്യൂ 0 ആണ് എങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റേറ്റ് തന്നെയാണ്, അതായത് മെമ്മറി എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയാണ്. സോ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനകത്ത് പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ പ്രസൻറ്റ് സ്റ്റേറ്റിനെയും നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? 0 എന്ന് മാർക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് കണ്ടീഷൻ ഇതാണ്, ജെയുടെ വാല്യൂ 0, കെയുടെ വാല്യൂ 1. ജെ വാല്യൂ 0, കെ വാല്യൂ 1 ആണ് എങ്കിൽ നമുക്ക് പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നമുക്ക് 0 മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് കണ്ടീഷൻ, ജെയുടെ വാല്യൂ 1, കെയുടെ വാല്യൂ 0, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് ജെ വാല്യൂ 1, കെ വാല്യൂ 1. ജെ വാല്യൂ 1 ആൻഡ് കെ വാല്യൂ 1 ആണ് എങ്കിൽ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് പറയാം QNൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ QNൻ്റെ പ്രസൻറ്റ് വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ 0യുടെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള 1നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെമ്മറി തന്നെയാണ്, ദാറ്റ് ഈസ് QN തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത്. QNൻ്റെ വാല്യൂ ഇവിടെ 1 ആയതുകൊണ്ട് ആ ഔട്ട്പുട്ടിനെ തന്നെ ആയിരിക്കും നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജെ വാല്യൂ 0, കെ വാല്യൂ 1, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് ജെ വാല്യൂ 1, കെ വാല്യൂ 0, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ഫൈനലി ജെയുടെ വാല്യൂ 1, കെയുടെ വാല്യൂ 1 ആണ് എങ്കിൽ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്കറിയാം QNൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക. QNൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിലെ പ്രസൻറ്റ് വാല്യൂ ഇസ് 1, അതുകൊണ്ട് തന്നെ 1ൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള 0 ആയിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെ ഫോം ചെയ്യുക. ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൻ്റെ ഒരു മിനിമലൈസ്ഡ് ഫോമാണ് എക്സൈറ്റേഷൻ ടേബിൾ. എക്സൈറ്റേഷൻ ടേബിളുകളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഔട്ട്പുട്ടും പ്രീവിയസ് ഔട്ട്പുട്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സൈറ്റേഷൻ ടേബിളിനെ ഫോം ചെയ്യുന്നത്. സോ 2 ഇൻപുട്ടുകളെ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം, QNഉം QN+1ഉം. അതുകൊണ്ട് തന്നെ 4 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണുള്ളത്, 0 0 0 1 1 0 ആൻഡ് 1 1 കോമ്പിനേഷൻ. സോ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സൈറ്റേഷൻ ടേബിളിനെ പ്ലോട്ട് ചെയ്യുന്നു. ഫസ്റ്റ് കേസ് ഇതായിരുന്നു, 0 0, QNൻ്റെ വാല്യൂ 0, QN+1ൻ്റെ വാല്യൂ 0 ആണ് എങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ നോക്കിയാൽ നമുക്ക് 2 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണാം. ജെയുടെ വാല്യൂ രണ്ടിടത്തും 0 ആണ്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജെ വാല്യൂ 0 എന്ന് പ്ലോട്ട് ചെയ്യാം. എന്നാൽ കെയുടെ വാല്യൂ ഒരിടത്ത് 0യും മറ്റൊരിടത്ത് 1ഉമാണ്, അതുകൊണ്ട് തന്നെ കെ വാല്യൂവിനെ ഡോണ്ട് കെയർ കണ്ടീഷൻ എന്ന് നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, QNൻ്റെ വാല്യൂ 0, QN+1ൻ്റെ വാല്യൂ 1. സോ ഇവിടെയും നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ 2 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ജെയുടെ വാല്യൂ രണ്ടിടത്തും 1 ആണ്, എന്നാൽ കെയുടെ വാല്യൂ ഒരിടത്ത് 0യും മറ്റൊരിടത്ത് 1 ആയതുകൊണ്ട് ഡോണ്ട് കെയർ കണ്ടീഷനെ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നു. അടുത്ത കണ്ടീഷൻ ഇതാണ്, QNൻ്റെ വാല്യൂ 1, QN+1ൻ്റെ വാല്യൂ 0. 2 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഇവിടെ നോക്കിയാൽ ഒരിടത്ത് ജെയുടെ വാല്യൂ 0, മറ്റൊരിടത്ത് 1 ആണ്, എന്നാൽ കെയുടെ വാല്യൂ രണ്ടിടത്തും 1 ആയതുകൊണ്ട് കെ വാല്യൂ നമുക്ക് 1 എന്നും
ജെയുടെ വാല്യൂവിനെ നമുക്ക് ഡോണ്ട് കെയർ എന്നും വിളിക്കാം. ഫൈനലി ക്യു എന്നിൻ്റെ വാല്യൂ 1, ക്യു എൻ പ്ലസ് 1ൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ ജെ വാല്യൂ ഇസ് ഡോണ്ട് കെയർ കണ്ടീഷൻ ആൻഡ് കെ വാല്യൂ ഇസ് 0. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മളൊരു ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സൈറ്റേഷൻ ടേബിളിനെയും ഫോം ചെയ്യുക. സോ എവിടെയാണ് ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെ എക്സൈറ്റേഷൻ ടേബിൾസിനെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ മറ്റൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെയും എക്സൈറ്റേഷൻ ടേബിളിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൺവേർഷൻസ് എല്ലാം തന്നെയും പ്രിപ്പയർ ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ലെക്ചറുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത ലെക്ചറുമായി വീണ്ടും കാണുന്നത് വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.